അപ്പോൾ അതായത് കർത്താവ് അതിനുശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന സംഭവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ കഴിഞ്ഞിട്ട് സ്വർഗാരോഹണ തിരുനാളാണ്. ഈ 40 ദിവസം കഴിഞ്ഞിട്ട് 40-ാം ദിവസം കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്വർഗം ഇങ്ങ് മുകളിൽ ഏതോ ഒരു സ്ഥലം, വേറൊരു പ്രപഞ്ചം, വാനമേഘങ്ങളിൽ കർത്താവ് ആ ദേശത്തേക്ക് അങ്ങ് പോയി. ഇതാണ് നമ്മുടെ മനസ്സിലൊരു ചിന്ത എങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ നമ്മൾ കേട്ടാൽ നമുക്കത് മനസ്സിലാകും. ഇത് വേറൊരു സ്ഥലത്തേക്ക് പോയ കാര്യമല്ല, മറിച്ച് സ്വർഗാരോഹണം എന്നാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് അല്പം ഗഹനമായ കാര്യമാണ്. എന്നാൽ നമ്മളതിനെ ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ നമുക്ക് വലിയ ഒരു ആത്മീയ രഹസ്യം തുറന്നു കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് കൃപകൾ വർഷിക്കാൻ അത് കാരണമാകും. നമ്മൾ ഈ തിരുനാളിൽ നമുക്കറിയാം 40 ദിവസം ഉത്ഥാനത്തിന് ശേഷം നമ്മുടെ കർത്താവ് ശ്ലീഹന്മാരോടൊപ്പമായിരുന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച്, ബൈബിൾ അതാണ് പഠിപ്പിക്കുന്നത്. 40 ദിവസം ഉത്ഥാനത്തിന് ശേഷം നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോടൊപ്പം അപ്പം മുറിച്ചു എന്ന് പറഞ്ഞാൽ കുർബാന ചൊല്ലി അവൻ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. അവർക്ക് ദൂത് നൽകി ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ച് 40 ദിവസം ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതാണ് നടപടി പുസ്തകം അഥവാ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാമോ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അതായത് കർത്താവ് അതിനുശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന സംഭവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ കഴിഞ്ഞിട്ട് സ്വർഗാരോഹണ തിരുനാളാണ്. ഈ 40 ദിവസം കഴിഞ്ഞിട്ട് 40-ാം ദിവസം കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്വർഗം ഇങ്ങ് മുകളിൽ ഏതോ ഒരു സ്ഥലം, വേറൊരു പ്രപഞ്ചം, വാനമേഘങ്ങളിൽ കർത്താവ് ആ ദേശത്തേക്ക് അങ്ങ് പോയി. ഇതാണ് നമ്മുടെ മനസ്സിലൊരു ചിന്ത എങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ നമ്മൾ കേട്ടാൽ നമുക്കത് മനസ്സിലാകും. ഇത് വേറൊരു സ്ഥലത്തേക്ക് പോയ കാര്യമല്ല, മറിച്ച് സ്വർഗാരോഹണം എന്നാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് അല്പം ഗഹനമായ കാര്യമാണ്. എന്നാൽ നമ്മളതിനെ ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ നമുക്ക് വലിയ ഒരു ആത്മീയ രഹസ്യം തുറന്നു കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് കൃപകൾ വർഷിക്കാൻ അത് കാരണമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ യേശുവും മറിയം മഗ്ദലേനയുമായുള്ള കൂടിക്കാഴ്ച ഒന്ന് പരിശോധിച്ചാൽ മതി. ശ്രദ്ധിക്കണേ. ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്കറിയണമെങ്കിൽ ഈശോയും മഗ്ദലേന മറിയവും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ചയുണ്ട്. നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? നമുക്ക് ഈ സംഭവം അറിയാം. മറിയം മഗ്ദലേന ശവകുടീരത്തിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നോക്കുമ്പോൾ കല്ലറ തുറന്നു കിടക്കുന്നു, ഡെഡ് ബോഡി അകത്തില്ല. അവൾ വാവിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഈശോ വന്ന് പ്രത്യക്ഷനായി പുറകിൽ നിന്നുകൊണ്ട് അവളോട് ചോദിക്കുകയാണ്, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? ആരെയാണ് അന്വേഷിക്കുന്നത്? നല്ല ചോദ്യമാണ്. ഈശോയുടെ എന്താണ് അവൾ മറുപടി പറഞ്ഞത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ടു പോയെങ്കിൽ
എവിടെ വെച്ചു എന്നോട് പറയുക. അതായത് അവൾക്ക് യേശുവാണെന്നത് മനസ്സിലായില്ല. ഇത് ഈശോ ആണ് നിൽക്കുന്നതെന്ന് മനസ്സിലാകാതെ തോട്ടക്കാരനാണെന്ന് കരുതി അവൾ ചോദിക്കുകയാണ്, അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയതെങ്കിൽ തിരിച്ചു തരണം, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഈ പെണ്ണെന്താ പറയുന്നത് നോക്കിയേ. അവൾ പറയുന്നത് ഒരു ഡെഡ് ബോഡി, ഒരു ദിവസം പഴക്കമായ ഡെഡ് ബോഡി അവൾ ചുമന്നുകൊണ്ട് പൊക്കോളാന്ന്. അതും പാട്ടവിളക്കം കത്തിച്ചുകൊണ്ട് വെളുപ്പിനെ 4 മണിക്ക് വന്നേക്കുക. സാധാരണ 4 മണിക്ക് നമ്മളൊക്കെ സെമിത്തേരിയുടെ അടുത്ത് പോകാറില്ല. ഈ പെണ്ണ് ഈ വിളക്ക് കത്തിച്ചുകൊണ്ട് ചെന്നിട്ട് പറയുകയാണ്, ദേ ഈ ഡെഡ് ബോഡി അന്നേരം ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം. ഉടനെ ഈശോ എന്താ മറുപടി പറയുന്നത്? യേശു അവളെ വിളിച്ചു, മറിയം. യേശു അവളെ വിളിച്ചു, മറിയം. ഈ ഒരൊറ്റ വിളിയിൽ പെട്ടെന്ന് ആഹ്ലാദത്തോടെ അവൾ ഈശോയെ തിരിച്ചറിഞ്ഞു. ഇതാരാ നിൽക്കുന്നേ? എൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. ഉദ്ധിതനായ കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ട് അവൾ വിളിക്കുകയാണ്, റബ്ബോനി. എന്റെ അർത്ഥം ഗുരു, എന്റെ ഗുരുവേ. അപ്പോൾ ഈശോയെ അടുത്ത് നിൽക്കുക. സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കണം, ഇനിയുമാണ് നമ്മൾ സ്വർഗാരോഹണത്തിന്റെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവൾ പഴയതുപോലെ ഈശോയോടടുത്ത് യാത്ര ചെയ്ത ഒരു ശിഷ്യയാണ് മറിയം മഗ്ദലേന. ഈശോയുടെ കൂടെ നടന്ന അനേക സ്ത്രീകളുണ്ട്. ആ ശിഷ്യകളോട് ചേർന്ന് നടന്ന ഒരാളാണ് മറിയം മഗ്ദലേന. ഓട്ടോമാറ്റിക്കലി മറിയം മഗ്ദലേനായുടെ മനസ്സിലേക്ക് ഈ അടുത്ത് വന്ന് നിൽക്കുന്ന ഗുരുവിനെ കണ്ടപ്പോ എന്താ തോന്നിയെന്നറിയാമോ? അവനെ കയറി ഒന്ന് കെട്ടിപ്പിടിക്കണം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ഈ ശിഷ്യന്മാരൊക്കെ അവന്റെ കാൽപാദത്തിങ്കിൽ കെട്ടിപ്പിടിച്ച് അവനെ ആരാധിച്ചു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അവനെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെല്ലാം മാറിപ്പോയ സമയമാണ്. ഉദ്ധിതനെ കണ്ടു, എൻ്റെ യേശുവിനെ കണ്ടു. അവനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം. ഉടനെ ഈശോ എന്താ മറുപടി പറഞ്ഞത്? യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. യോഹന്നാൻ 20:17 പറയുന്ന വചനമാണ്, നീ എന്നെ തടയരുത് എന്ന് പറഞ്ഞാൽ നീ എന്നെ തുടരുത്, നീ എന്നെ സ്പർശിക്കരുത്. കാരണം ഞാൻ ഉറങ്ങിയ പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോയിട്ടില്ല. മക്കളെ ശ്രദ്ധിക്കണേ. ഈശോ പറഞ്ഞു, നീ എന്നെ തുടരുത്. അതെന്നാ പെണ്ണായതുകൊണ്ടാണോ പറഞ്ഞേ തുടരുതെന്ന്? കാരണം തോമാസ് ലീഹായോട് ഇതേ ഉദ്ധിതനായ ഈശോ എന്നാ പറഞ്ഞെന്നറിയാവോ? തോമസേ, ബാ, നീ എൻ്റെ വിലാവിൽ കൈവയ്ക്ക്, തൊട്, നീ എൻ്റെ മുറിവിൽ വിരല് ഇട്. തോമാസ് ലീഹായോട് പറഞ്ഞു തൊട്. മറിയം മഗ്ദലേനയോട് പറഞ്ഞു തൊടരുത്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇതാണും പെണ്ണും ആയതുകൊണ്ടാണോ? അല്ല. പ്രിയപ്പെട്ടവരെ, സുവിശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം. സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്ന് അറിയാമോ? സ്വർഗാരോഹണത്തിന്റെ സുന്ദരമായൊരു പാഠമാണ്. അതാണ്, പിതാവിന്റെ പക്കലേക്ക് അവൻ കയറിപ്പോകണം. എന്നിട്ട് നീ എന്നെ തൊടണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമായി മാറുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ, പിതാവിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോയ യേശു, പിതാവിന്റെ വലതുഭാഗത്ത് ചെന്ന യേശു, അവന്റെ വലതുവശത്തെ ഇടമുണ്ടല്ലോ, ആ ഇടത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ അനുഗ്രഹിക്കുന്ന യേശുവിനെ എത്തിപ്പിടിച്ചാൽ, തൊട്ടാൽ
പിന്നീട് പ്രിയപ്പെട്ടവരെ എല്ലാം ഒരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ പാഠമാണ്. സ്വർഗാരോഹണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ അനുഗ്രഹകരമായൊരു വെളിപാടാണ്. കാരണം എന്താണെന്നറിയാമോ? ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ, ശ്രദ്ധിക്കണേ, ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ അവര് തൊട്ട ഒരു രീതിയുണ്ട്. യേശു ഗലീലിയിൽ, ജെറുസലേമിൽ, ആ ദേശത്ത് മാത്രം ജീവിച്ചിരുന്ന സമയത്ത് ഭൗമികമായി അവരെ തൊട്ട ഒരു രീതിയുണ്ട്. മാനുഷികമായ കാഴ്ചപ്പാടിൽ യേശുവിനെ കണ്ട ഒരു രീതിയുണ്ട്. യേശു പറയുകയാണ്, ഇനിമേൽ എൻ്റെ ശിഷ്യരെ, എൻ്റെ മക്കളെ, നിങ്ങൾ എന്നെ ആ തൊടിയിലല്ല ഇനി വേണ്ടത്. മാനുഷികമായ ഒരു കാഴ്ചപ്പാടിലല്ല ക്രിസ്തുവിനെ കാണേണ്ടത്, മറിച്ച് പിതാവുമായിട്ടുള്ള സാമീപ്യത്തിൽ നമ്മൾ കാണണം. കാരണം അവന്റെ ദൈവത്വത്തെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇനി സ്പർശിക്കേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് 2 കൊറിന്തോസ് 5-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ വ്യക്തമായി അത് എഴുതുന്നുണ്ട്. കൊറിന്തോസിലെ 2-ാം ലേഖനം, സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 16-17 വായിക്കും. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അതായത് പൗലോസ് ശ്ലീഹ പറയാണ്, ഒരിക്കൽ ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടത് ഈ ലോകത്ത് ജീവിച്ച ഒരു ക്രിസ്തുവിന്റെ ഒരു ശൈലിയിലാണ്. ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ കണ്ടിരുന്നു. പൗലോസ് ശ്ലീഹ പറയാണ്, ഞങ്ങൾ ഇനി അവനെ അങ്ങനെയല്ല കാണുന്നത്. അടുത്ത വചനം, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അതായത് പുതിയ ഒരു ജനുസ് സൃഷ്ടിക്കപ്പെട്ടു. ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ മാനുഷിക അവസ്ഥയിൽ നിന്ന് അവൻ ഉയർന്ന് 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 പിതാവിന്റെ വലതുഭാഗത്ത് അവനെത്തി. അതുകൊണ്ടാണ് മറിയം മഗ്ദലനയോട് പറഞ്ഞത്, നീ എന്നെ തുടരുത്, ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് കയറിപ്പോകട്ടെ. അവിടെ ചെന്നാൽ പിതാവ്, ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്, ദൈവം സർവവ്യാപിയാണ്. ശ്രദ്ധിക്കണേ, ദൈവം ആരാണ്? സർവവ്യാപി. എല്ലാ ഭൂമുഖത്ത് മുഴുവനും, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നവനാണ് ആര്? ദൈവം. യേശുക്രിസ്തു പിതാവിന്റെ വലതുവശത്ത് ചെന്നാൽ, പ്രിയപ്പെട്ടവരെ, പിന്നീട് യേശുക്രിസ്തു ദൈവത്വത്തിന്റെ സാന്നിധ്യം കൊണ്ട് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിത്തറ. യേശു ഇന്നും ജീവിക്കുന്നു എന്ന് പറയാൻ കാര്യം ഇതാ. അവൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയാൻ കാര്യം ഇതാ. ഈ പ്രപഞ്ചം മുഴുവനും യേശുമയമാണെന്നും അവനിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടതെന്നും അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും അവനെ കൂടാതെ ആർക്കും രക്ഷയില്ലെന്നും പറയാൻ കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗാരോഹണമാണ്. യേശുക്രിസ്തു പിതാവിന്റെ വലതുവശത്തേക്ക് ഉയർത്തപ്പെട്ടു. ഇനി പിതാവിനോടൊപ്പം മാത്രമേ നമുക്ക് അവനെ സ്പർശിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് യേശു ഒരു പ്രവാചകനല്ല, ഒരു മനുഷ്യസ്നേഹി മാത്രമല്ല, ഒരു നല്ല മനുഷ്യനല്ല, ഒരു മാതൃകാ ജീവിതം നയിച്ച് കടന്നുപോയ ഒരു ഗുരുവല്ല, മറിച്ച് അവൻ ദൈവമാണ് എന്ന് പറയാൻ കാര്യം. ഹല്ലേലൂയ, സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ഈ സ്വർഗാരോഹണത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ പിതാവിനോടൊപ്പമുള്ളവന്റെ സാന്നിധ്യത്തെയാണ് തൊടുന്നത്. ഇതിനാണ് സ്വർഗാരോഹണം. ഇതൊരു എത്തിപ്പിടിക്കലാണ്. ഇതിന്റെ മാനുഷികമായ ഭാവമാണ് സഭ.
യേശുവിൻ്റെ മൗതിക ശരീരം സഭ ലോകം മുഴുവനും പരന്നു കിടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? പിതാവിനോടൊപ്പം അവനെത്തി, അവൻ സ്വർഗത്തിലേക്ക് കയറി. ഈ പിതാവിന്റെ സാമീപ്യം, സർവ്വവ്യാപിയായ പിതാവിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം ഈ പ്രപഞ്ചം മുഴുവനുമുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുമയമാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ന് പറഞ്ഞാൽ അവന്റെ സാന്നിധ്യമാണ് സഭ. പ്രപഞ്ചം മുഴുവനും ഈ സഭയുടെ സാന്നിധ്യമുണ്ട്, യേശുക്രിസ്തുവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിൽ നമസ്കാരത്തിൽ പാടും, കർത്താതന്നോടു സംസാരിക്കേണ്ടും അവരെല്ലാം സഭയുൾ പൂകട്ടെ ഇതാ താനതിൽ മേവിടുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിനോട് സംസാരിക്കേണ്ടുന്നവര് ഇനി എവിടെ പ്രവേശിക്കണം? സഭയുടെ ഉള്ളിൽ പ്രവേശിക്കട്ടെ. മാനുഷികമായ കാഴ്ചപ്പാടിൽ ചില ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയെ വ്യക്തിപരമായി സ്നേഹിച്ച് എനിക്ക് പള്ളി വേണ്ട, പ്രാർത്ഥന വേണ്ട, എനിക്ക് കൂട്ടായ്മ വേണ്ട, ഞാൻ എൻ്റെ കർത്താവും മാത്രം, ഇങ്ങനെ കർത്താവിനോടൊരു സ്നേഹബന്ധം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരോട് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്ന് അറിയുമോ? എൻ്റെ മക്കളെ, ഇനിയും ദൈവത്തെ നമ്മൾ എത്തിപ്പിടിക്കേണ്ടത്, ക്രിസ്തുവിനെ നമ്മൾ എത്തിപ്പിടിക്കേണ്ടത് പിതാവിനോടൊത്തുള്ള ഈ വാസത്തിലായിരിക്കുന്ന ക്രിസ്തുവിനെയാണ്. എങ്കിൽ മാത്രമേ ഈ സർവ്വവ്യാപിയായ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ് സഭ. ഈ സഭയിൽ പ്രവേശിച്ച് അവനോട് സംസാരിക്കാൻ നമ്മൾ പരിശീലിക്കണം. ഇപ്പൊ സ്വർഗാരോഹണം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായിട്ടുള്ള ഐക്യത്തിലും കൂട്ടായ്മയിലുമുള്ള ഒരു പുതിയ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണമേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായ നമ്മുടെ ഭക്താഭ്യാസം കൊണ്ട് യേശുക്രിസ്തുവിനോട് വ്യക്തിപരമായ ഒരു സ്നേഹമൊക്കെ പുലർത്തി ജീവിക്കുന്നവരുണ്ട്. അവർക്ക് കുമ്പസാരം വേണ്ട, കുർബാന വേണ്ട, ഈ സാക്രമെന്റ്സ് ഒന്നും വേണ്ട, ഭജനം വേണ്ട, സഭയുടെ കൂട്ടായ്മ വേണ്ട, ഞാൻ എൻ്റെ വഴിയിൽ ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, ദൈവം കേട്ടോളൂ. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത്, സഭ പഠിപ്പിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ പുതിയ ഒരു സാമീപ്യം, ഒരു പുതിയ ജനുസ്, അവനെ നമ്മൾ പുതിയ ഒരു തരത്തിലാണ് സമീപിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ്, അവൻ്റെ പിതാവുമായിട്ടുള്ള ഐക്യത്തിലാണ് അവൻ. രണ്ടാമത്തെ ഈ പുത്രൻ, തൃത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ പിതാവുമായിട്ടുള്ള ഐക്യത്തിലായി. അതാണ് സ്വർഗാരോഹണം. ആ സ്വർഗാരോഹണത്തിൽ ഒരു പുതിയ ജനുസാണത്. മാനുഷികമായ ഒരു കാഴ്ചപ്പാടല്ല, നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ വിംസ് ആൻഡ് ഫാൻസീസ്, നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു സൃഷ്ടിയല്ലത്, ഒരു ഭക്താഭ്യാസമല്ലത്. ഈ ദിവ്യ സാന്നിധ്യം നമുക്കിത് എത്തിപ്പിടിക്കാൻ പറ്റുമോ? അതാണ് അടുത്ത ചോദ്യം. ഈ ദിവ്യമായ സാന്നിധ്യം കർത്താവ് കയറിപ്പോയി, പോയി. ഇനിയിപ്പോൾ നമുക്കിത് എത്തിപ്പിടിക്കാൻ പറ്റുമോ? നമ്മൾ പാവങ്ങൾ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കണം. സ്വർഗാരോഹണത്തിന് മറ്റൊരു പാഠമാണ് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെ. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആദിമ സഭയ്ക്ക്, സ്ലീഹന്മാർക്ക് ഈ സ്വർഗാരോഹണം കൈയെത്തിപ്പിടിക്കാവുന്ന ഒരവസ്ഥയാണെന്ന് അറിയാമായിരുന്നു. സാധാരണഗതിയിൽ യേശു ഒന്ന് വായിച്ചു നിൽക്കട്ടെ, അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പൊങ്ങി 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 മേഘങ്ങൾക്കിടയിലേക്ക് മറഞ്ഞു പോയി. സ്വാഭാവികമായിട്ടും ഈ വേർപാട് ഈ ശിഷ്യന്മാരിൽ എന്ത് സൃഷ്ടിക്കേണ്ടതാണ്? ഒരു വേർപാട് എപ്പോഴും എന്തുണ്ടാക്കും?
എയർപോർട്ടിൽ ഭർത്താവിനെ കൊണ്ടുവിട്ടിട്ട് ഭാര്യ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫ്ലൈറ്റ് ഇതേ പൊങ്ങിപ്പോയി. മനസ്സിൽ എന്നാ ഉണ്ടാവും? സന്തോഷം. എന്നാ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേർപാട് എപ്പോഴും എന്തുണ്ടാക്കും? സങ്കടം ഉണ്ടാക്കും, ദുഃഖം ഉണ്ടാക്കും. ഇവിടെ കർത്താവ് ഇങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി പോകുന്ന കണക്കതേ കർത്താവ് ഗലീൽ ഒലിവുമലയിൽ ഇങ്ങനെ പൊങ്ങി പോകുന്നത്. അവരുടെ കണ്ണിൽ നിന്ന് കർത്താവ് മറഞ്ഞു. സ്വാഭാവികമായിട്ട് ഈ ശിഷ്യന്മാർ വാവിട്ട് കരയേണ്ട, കർത്താവേ 40 ദിവസം ഞങ്ങളുടെ കൂടെ നടന്ന് കുർബാന ചൊല്ലി ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ദൈവവചനം പഠിപ്പിച്ച് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ച് ഞങ്ങളുടെ കൂടെ നടന്നിട്ട് പോവാണോ നീ? വേദന ഉണ്ടാകണ്ട, വേദന. എന്നാ ബൈബിൾ എന്താ എഴുതിയിരിക്കുന്നേ? അടുത്ത വചനം എന്താ എഴുതിയിരിക്കുന്നത്? അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. അത്യന്തം ആനന്ദത്തോടെ എന്ന് പറഞ്ഞ ഈ ശിഷ്യന്മാർ ഈ മലയിൽ നിന്ന് തുള്ളിച്ചാടി സന്തോഷത്തോടെ തിരിച്ചു വരുന്നേ. കർത്താവ് പോയി കഴിഞ്ഞപ്പോ തുള്ളിച്ചാട്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ സ്ലീഹന്മാര് ഈ സാധാരണഗതിയിൽ സങ്കടപ്പെടേണ്ട, സാധാരണഗതിയിൽ ഇവരുടെ ജീവിതത്തിന്റെ വിഷമങ്ങള് എന്നേക്കുമായി അവർക്ക് ഒരു വിടവാങ്ങലാണ്, അവരെ പരിഭ്രാന്തരാക്കേണ്ട, അവര് ദുഃഖഭാവമുള്ളവരെ കാണേണ്ടതാ. പക്ഷേ അവരെ വേദനിപ്പിക്കേണ്ട ഈ സംഭവം അവരെ സന്തോഷിപ്പിച്ചു. സ്വർഗാരോഹണം അവർക്കൊരു സന്തോഷത്തിന്റെ കാരണം കൊടുത്തു. എന്താണെന്നറിയാമോ കാര്യം? കാരണം അവൻ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഈ അപ്പന്റെ വലതുവശം, ദൈവത്തിന്റെ വലതുവശം, ഈ ഇടമുണ്ടല്ലോ, ഇവർക്ക് കൈയെത്തി തൊടാവുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് യേശുക്രിസ്തുവിന്റെ പുതിയ സാന്നിധ്യത്തെ അവർക്ക് അനുഭവിക്കാൻ പറ്റിയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ സന്തോഷത്തോടെ പിന്നീട് ധൈര്യത്തോടെ ലോകമെങ്ങും സുവിശേഷം അറിയിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണമേ. ഈ ദൈവ സാന്നിധ്യം, യേശു സാന്നിധ്യം കൈയെത്തി തുടർന്ന ആളുകൾക്ക് മാത്രമേ ഈ ഭൂമിയിൽ യേശു സാക്ഷികളായിട്ട് ജീവിക്കാൻ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ സാന്നിധ്യം ഉണ്ടല്ലോ, ഇങ്ങനെ കൈയെത്തി തൊടാൻ പറ്റുന്ന. അവർക്കറിയായിരുന്നു ഈശോ പോയിട്ടില്ല, ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഈശോയുടെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ഒരു പുതിയ ആത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതാ അവർക്ക് വലിയ സന്തോഷമായ. ഇതൊരു പുതിയ ജനുസ, ഒരു പുതിയ ഒരു പ്രസൻസ് ആണ്. ഈ പ്രസൻസ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യർ എൻജോയ് ചെയ്ത്. ഹല്ലേലൂയ, സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവര് തുള്ളിച്ചാടി എന്ന് പറഞ്ഞാൽ ഇത് സ്ഥായിയായ ഒരു ആനന്ദത്തിന്റെ അഭിഷേകമാ. ഇപ്പൊ 2 കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന്, സ്വർഗാരോഹണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അതൊരു സ്പേസിനേക്കാൾ ഒരു അവസ്ഥയാണ്. അത് പിതാവിൻ്റെ വലതുവശമാണ്. അതെനിക്ക് തൊടാവുന്ന ഇടമാണ്. അവിടെ ഞാൻ എത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ ഉയർത്തണം, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഉയർത്തണം. അവിടെ സ്വർഗാരോഹണങ്ങൾ നടക്കും. എൻ്റെ ജീവിതം കൊണ്ട് യേശു ക്രിസ്തുവിനെ ഞാൻ ഉയർത്തി നിർത്തണം. അപ്പന്റെ വലതുവശത്ത് അവനുണ്ട് എന്ന് പ്രഘോഷിക്കണം. യേശുവിന്റെ സാന്നിധ്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സാന്നിധ്യം നമ്മൾ ഉയർത്തണം. ഇതിന്റെ പേരാ സ്വർഗാരോഹണം. അപ്പോൾ അവന്റെ സാന്നിധ്യം ഉയർന്നു നിൽക്കുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം, പ്രപഞ്ചം മുഴുവനും സർവ്വവ്യാപിയായ ദൈവം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് യേശുവിന്റെ സാന്നിധ്യം പ്രപഞ്ചം മുഴുവനും നിറയും. അതാണ് സ്വർഗാരോഹണം ഒരു വിടുതലിന് കാരണമാകുന്നത്. അവന്റെ സാന്നിധ്യത്തിൽ, പുതിയ സാന്നിധ്യത്തിൽ നമ്മൾ ആനന്ദിക്കും. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, അവന്റെ ഈ പുതിയ സാന്നിധ്യത്തെ കുറിച്ച് നല്ലൊരു ബോധ്യം ഉണ്ടാകണം, ഉറച്ച ബോധ്യം. അത് ആനന്ദത്തിന്റെ സാന്നിധ്യമാണ്. ആ സാമീപ്യത്തിൽ നമുക്ക് സ്ഥായിയായ ആനന്ദമുണ്ടാകും. ഇതാണ് സ്വർഗാരോഹണം. ഇത് ഒരല്പം ഗഹനമായി തോന്നിയേക്കാം, പക്ഷെ വീണ്ടും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, കർത്താവേ,
ഈ ദിവ്യ സാമീപ്യം എനിക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരു സാമീപ്യമാണ്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുക്രിസ്തുവിനെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ കാര്യം നടത്തി തരുന്ന മാനുഷികമായ രീതിയിൽ. കർത്താവെ, ചിലർ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്, എന്തിനാ കർത്താവെ എന്നെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? നിനക്ക് കണ്ണി ചോരയില്ലയോ? ഒരു ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എൻ്റെ വീട്ടിൽ എന്തിനുണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇങ്ങനെ മാനുഷികമായ രീതിയിൽ ദൈവത്തോട് തർക്കിച്ചും കലഹിച്ചും വഴക്കുണ്ടാക്കിയൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. മാനുഷികമായ രീതിയിൽ ഈശോയെ കണ്ട് നമ്മുടെ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടാനുള്ള ഒരു ഉപകരണമായിട്ട് കർത്താവിനെ കണ്ട് ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതല്ല സ്വർഗാരോഹണം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വർഗാരോഹണം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ പിതാവിന്റെ വലതുവശത്തേക്ക് ഉയർത്തപ്പെട്ട ഒരു ദൈവം, ഇനിമേൽ ഞങ്ങൾ മാനുഷികമായ രീതിയിലല്ല ക്രിസ്തുവിനെ കാണുന്നത്, മറിച്ച് പിതാവിന്റെ സ്ഥാനത്ത് ഇരിക്കുന്ന പുത്രൻ. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതുമൂലം പിതാവ്, ദൈവം സർവ്വവ്യാപിയായതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം പ്രപഞ്ചം മുഴുവനും നിറയും. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഈ ദൈവത്വത്തെ നമ്മൾ പ്രഘോഷിക്കാൻ തുടങ്ങും. യേശു ക്രിസ്തുവിന്റെ the divinity of God, the divinity of Jesus Christ. അതാണ് ഡെലിവറൻസ് തരുന്നത്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, അവനാണ് നമുക്ക് വിടുതൽ തരുന്നത്, വിമോചനം തരുന്നത്. അവന്റെ സാന്നിധ്യമാണ് നമ്മളെ വിജയത്തിലെത്തിക്കുന്നത്. അതാണ് സ്വർഗാരോഹണം നമുക്ക് സന്തോഷത്തിന് കാരണമാകും. അതുകൊണ്ടാണ് ഈ ശിഷ്യന്മാർ സന്തോഷിച്ച് തുള്ളിച്ചാടി. യേശു സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവർ വിശ്വസിച്ചു, അവൻ പോയതുപോലെ തിരിച്ചു വരും, അവൻ പോയതുപോലെ തിരിച്ചു വരും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയി കഴിയുമ്പോൾ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പിന്നീട് അവർ പരിശുദ്ധാത്മ യുഗത്തിലാ. പരിശുദ്ധാത്മാവ് അവരെ അങ്ങോട്ട് നയിക്കുക. യേശുവിന്റെ സാന്നിധ്യമായി എല്ലായിടത്തും പരിശുദ്ധാത്മാവ് അവരെ യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യിപ്പിച്ചു. യേശുവിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് അവർക്ക് വലിയ മാനസാന്തരങ്ങൾ സൃഷ്ടിച്ചു. അവർക്ക് വലിയ വിജയം ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ദിവ്യ സാമീപ്യമാണ് സ്വർഗാരോഹണം നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് അവൻ വിട വാങ്ങിയതിൽ അവർ സന്തോഷിച്ചതിൻ്റെ കാരണം അവൻ പോയത് കൊണ്ട് പുതിയ ഒരു ജനുസ്, പുതിയൊരു ലൈഫ്, പുതിയൊരു സാന്നിധ്യം, ദൈവത്തിൻ്റെ സാമീപ്യം അവരനുഭവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഈ തിരുനാളൊക്കെ നമുക്ക് വളരെ അർത്ഥപൂർണമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറെ കൂടി ദൈവീകമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ആളുകൾ ക്രിസ്തുവിനെ എല്ലാ മതങ്ങളിലെയും ഒരാളായിട്ട് കാണുന്ന, അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല, വെറുതെ അർത്ഥശൂന്യമാണ്, അവൻ വിശ്വസിച്ചിട്ടൊന്നും അർത്ഥമില്ല, ഒരു സാധാരണ ഗുരുവാണ് അവൻ, ഒരു മനുഷ്യൻ, ഒരു നല്ല പ്രവാചകൻ എന്നൊക്കെ കരുതുന്ന ഇടത്ത് ഈ സ്വർഗാരോഹണ തിരുനാൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒരു പുതിയ സാമീപ്യത്തെ എത്തിപ്പിടിക്കാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്, തിരുസഭ നമ്മളെ ക്ഷണിക്കുകയാണ് ഈ സാമീപ്യത്തെ തൊടാൻ. അതുകൊണ്ടാണ് ഒരു വചനം കൂടെ കണ്ടുകൊണ്ട് നിർത്തുകയാണ്. നമ്മൾ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടവരാണെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ മാനുഷികമായ ലോകത്തിൽ ജീവിക്കേണ്ടവരല്ല, മറിച്ച് നമ്മൾ ഉയർന്ന ഒരു തലത്തിൽ, ആത്മീയതയിൽ നമ്മൾ ഡിവിനിറ്റി, ദൈവത്വത്തിൽ നമ്മൾ തൊട്ട് നിൽക്കുന്നവരാണെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന് വായിക്കാമോ? കൊളോസ്യർ 3:1 മുതൽ 3 വരെ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുക. നമ്മൾ ഉയർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ, ശ്രദ്ധിക്കണേ, നമ്മൾ ഉയർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മാമോദീസ മുങ്ങിയവരാണെങ്കിൽ, നമ്മൾ ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ കുഞ്ഞിനെ പൊക്കിയെടുക്കും എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ നിന്ന് കുഞ്ഞിനെ ഇങ്ങനെ പുതിയൊരു ജനനത്തിലേക്ക് ഉയർത്തി. അമ്മയുടെ ഉദരം കണക്കെയാണ് മാമോദീസ തൊട്ടി. അതിനകത്ത് ചൂടുവെള്ളവും പച്ചവെള്ളവും ചേർന്ന ഒരു വെള്ളം.
ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് സുരക്ഷിതനായിട്ട് ആ വെള്ളത്തിൽ കിടക്കുന്ന കണക്കെ ഈ കുഞ്ഞ്, അതിൽ നിന്ന് ഈ കുഞ്ഞിനെ പുതിയൊരു ജനനത്തിലേക്ക് ഉയർത്തി. നമ്മൾ ഉയർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ പൗലോസ് പറയാണ് അടുത്തത്, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. അതായത് പിന്നീട് നമ്മൾ തൊട്ടു നിൽക്കേണ്ടത് ഈ ഉന്നതത്തിലുള്ള അവസ്ഥകളെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഈ ഈ ഈ ഈ ഈ താഴെയുള്ള അവസ്ഥകളെ അന്വേഷിച്ചു പോരും. പണ്ടൊരു ആട്ടിൻകുട്ടിയും പന്നിക്കുട്ടിയും കൂടെ ഇങ്ങനെ നടക്കാൻ പോയി. നല്ല മഴ പെയ്യുന്ന സമയം പോയപ്പോഴേ ഒരു വരമ്പത്തൂടാണ് പോയത്. താഴെ ഒരു കുഴി. അപ്പോൾ ആട്ടിൻകുട്ടി പോയി 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 തെന്നി അടിച്ച് ഈ കുഴിക്കകത്ത് വീണ്. ആട്ടിൻകുട്ടി അന്നേരം തൊട്ട് മേന്ന് കരയാൻ തുടങ്ങി. എന്താ കാര്യം? ആട്ടിൻകുട്ടിക്ക് ഈ കുഴിയിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റൂ. ഉടനെ കുടുംബശാസ്ത്രം വന്നു. ഓടി നോക്കിയപ്പോൾ ആടിൻ്റെ കരച്ചിൽ കേട്ടു. കഷ്ടപ്പെട്ട് അതിനകത്ത് ഇറങ്ങി അതിനെ കോരിയെടുത്തോണ്ട് രക്ഷപ്പെട്ടു. ആട്ടിൻകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. എന്നാൽ അതിൻ്റെ പുറകെ ആര് വന്നു? പന്നിക്കുട്ടി വന്നു. പന്നിക്കുട്ടി നടന്ന് അന്ന നടത്തി തെന്നിയടിച്ച് അതിനകത്ത് വീണ്. പന്നിക്കുട്ടി ചെന്ന് വീണ് കഴിഞ്ഞപ്പോഴാണ് കൊള്ളാമല്ലോടാ, ഏത് ഈ ചെളിയെ. പന്നിക്കുട്ടിക്ക് ഹാപ്പിയായി. എന്താ കാര്യം? പന്നിക്കുട്ടി നിലവിളിയില്ല, കരച്ചിലുമില്ല, അതിനകത്ത് കിടന്ന് വരവുക. ഇതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെ തൊട്ടു നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ഉന്നതത്തിലുള്ളവയെ തൊട്ടു നിന്നാലുണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപത്തിലൊന്ന് വീണാലുണ്ടല്ലോ പെട്ടെന്ന് പോയി കുമ്പസാരിക്കും. ആട്ടിക്കുട്ടിയുടെ അവസ്ഥയാ. കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച് എങ്ങനെയും പോയി കുമ്പസാരിച്ച് കൃപയെ നിൽക്കും. എന്നാൽ പന്നിക്കുട്ടിയുടെ ഉന്നതത്തിലുള്ളവയെ തൊട്ടു നിൽക്കാൻ കഴിവില്ലാത്ത ആളുകളുണ്ട്. പന്നിക്കുട്ടിയുടെ അവസ്ഥ പാപത്തിൽ വീണ് കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാലും കുമ്പസാരിക്കുകയല്ല, അതിനകത്ത് കിടന്ന് ഇങ്ങനെ വരവുന്ന ഒരു സുഖമാണ്, ഒരു സംഭവം. എന്നാ ടേസ്റ്റാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. എന്നിട്ട് അടുത്ത വചനം, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഈ വചനം മറക്കരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇതാണ് നമ്മുടെ വിളി. ക്രൈസ്തവ ജീവിതത്തിന്റെ സത്ത എന്ന് പറയുന്നത് ഇതാണ്. ആ വചനം നമുക്ക് നേരിട്ട് പറയാം. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. മറക്കരുത് ഇത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുക്രിസ്തു ഉയർന്ന രണ്ടാമത്തെ ആ വലതുവശത്തുമുണ്ടല്ലോ, ദൈവത്തിൻ്റെ വലതുഭാഗം, അവിടേക്ക് ഉയർത്തപ്പെട്ടവരാണ്. നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൻ്റെ ജീവനിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നതാണ്. നമ്മൾ താഴെ കിടയിൽ കഴിയേണ്ടവരല്ല, ഉയർന്ന കാര്യങ്ങൾ എത്തിപ്പിടിച്ച് ജീവിക്കേണ്ടവരാ. അതാണ് സ്വർഗാരോഹണം. ആ ജീവനാണ് പ്രിയപ്പെട്ടവരെ ലോകത്തെ മോചിപ്പിക്കുന്നത്, തലമുറയെ മോചിപ്പിക്കുന്നത്, സമൂഹത്തെ വിമോചിപ്പിക്കുന്നത്. അതാണ് ദൈവത്തിൽ നിന്നുള്ള ദൈവിക ജ്ഞാനം. അതിന് മാത്രമേ ഡെലിവറൻസ് വരാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷനായിട്ട് തോന്നിയേക്കാം ചിലതൊക്കെ, പക്ഷെ ഒരിക്കലും വിടുതൽ തരുകയില്ല. ശാശ്വതമായ വിടുതൽ ഈ ദൈവിക ജീവനാണ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ക്രിസ്തീയ സാക്ഷാത്കാരം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാനുഷിക രീതിയിൽ നിന്ന് ഉയർന്ന് ദൈവത്തിൻ്റെ വലതുഭാഗത്താണ് ഇരിക്കുന്നത്.
നമ്മൾ അതിനെ അന്വേഷിക്കണം, എപ്പോഴും അതിനെ അധ്വാനിക്കണം, അതിനെ എത്തിപ്പിടിക്കണം, അതിനെ തൊട്ട് നിൽക്കണം. അപ്പോൾ പ്രപഞ്ചത്തിൽ മുഴുവനും യേശു സാന്നിധ്യമുള്ളത് കൊണ്ട്, കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രപഞ്ചം മുഴുവനുമുണ്ട്, സ്വാഭാവികമായിട്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പ്രപഞ്ചം മുഴുവനുമുണ്ട്. നമുക്ക് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനാവും, നമുക്ക് ഈ പ്രപഞ്ചത്തെ നേരിടാനാവും, ഈ പ്രപഞ്ചത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാനാവും, ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് യേശു ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ നമ്മൾ എന്നും മാനുഷികമായ ലെവലിൽ കർത്താവേ അഡ്മിഷൻ തരണേ, ജോലി തരണേ, 10 സെൻറ്റ് സ്ഥലം തരണേ, അയർലൻഡിലേക്ക് കയറാൻ IELTS പാസ്സാക്കണേ, ഇങ്ങനെ മാനുഷികമായ ലെവലിൽ കണ്ടുകൊണ്ടിരിക്കരുത്. ഇതൊരു ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് മനുഷ്യരാകാനുള്ള വിളിയാണ്, ദൈവങ്ങളാകാനുള്ള വിളിയാണ്. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആരാധന പൂർത്തിയാക്കും.